ഹായ് ഫ്രണ്ട്സ്, ഹെൽപ്പ് മീ ലോഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ആദ്യമായി എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി കൂടുതൽ വീഡിയോസ് കിട്ടാനായി ഈ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് ഹെൽപ്പ് മീ ലോഡ് ചാനൽ എന്ന് സെർച്ച് ചെയ്താൽ എൻ്റെ ചാനൽ കിട്ടും. ഞാൻ ഇനിയും ഇടുന്ന പുതിയ വീഡിയോസ് കിട്ടാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ പേര് പഴയ പേര് മാറ്റി പേജിൻ്റെ പേരും ഇപ്പോൾ ഹെൽപ്പ് മീ ലോഡ് എന്ന് തന്നെയാണ്. ആ പേജ് ലൈക്ക് ചെയ്താൽ അവിടെയും നിങ്ങൾക്ക് മെമ്പർ ആകാം. ഇന്നത്തെ ഈ വീഡിയോ ഇടാൻ ആധാരം ഞാൻ ഇട്ട പഴയ ഒരു വീഡിയോ തന്നെയാണ്. വീഡിയോ ഇതാണ്: ആവണക്കെണ്ണ മുഖത്തും ശരീരത്തും പുരട്ടാമോ. ഇന്നലെ ഞാൻ ആ വീഡിയോ ഒന്നുകൂടി കേട്ടപ്പോൾ ആ വീഡിയോയിൽ ചില കാര്യങ്ങൾ എഡിറ്റ് ചെയ്തപ്പോൾ വിട്ടുപോയതായി എനിക്ക് മനസ്സിലായി. ഈ കാര്യങ്ങൾ ചോദ്യമായി പലരും ചോദിച്ചിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചത്, അതിൽ വിശദമായി പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഈ കുട്ടികൾ ഇതൊക്കെ തന്നെ ചോദിക്കുന്നത് എന്നായിരുന്നു. ഇന്നലെയാണ് എനിക്ക് കറക്റ്റ് എന്തുകൊണ്ടാണ് അത്തരം ചോദ്യങ്ങൾ വന്നതെന്ന് മനസ്സിലായത്. അതുകൊണ്ട് ഞാൻ അതൊന്ന് വിശദമാക്കാം. ആവണക്കെണ്ണ മുഖത്തിട്ടാൽ ഉള്ള അനേകം ഗുണങ്ങൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഞാൻ അതിന്റെ ലിങ്ക് ഇട്ടേക്കാം, അത് നോക്കിയാൽ മതി. അപ്പോൾ വിട്ടുപോയത് ഇതാണ്: നിങ്ങളുടെ മുഖത്ത് ഫേഷ്യൽ ഹെയർ ഉണ്ടെങ്കിൽ ഇത് മുഖത്ത് ഇടണ്ട. കാരണം അത് രോമ വളർച്ചയെ കൂട്ടാൻ ചാൻസ് ഉണ്ട്. എന്നാൽ രോമ വളർച്ചയുള്ള ചിലർക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഗ്രോത്ത് കൂടുന്നില്ല. അതൊരു പക്ഷേ ഹോർമോൺ വ്യത്യാസമാകാൻ കാരണം. സോ ഹെയർ ഗ്രോത്ത് ഉള്ളവർക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഗ്രോത്ത് കൂടുന്നു എന്ന് ഫീൽ ആയാൽ ഇത് കണ്ടിന്യൂ ചെയ്യരുത്, അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ ഓയിലി സ്കിൻ ഉള്ളവർ, അതും എല്ലാവർക്കും പ്രശ്നം വരാറില്ല, പക്ഷെ ചിലരിലെങ്കിലും ഇത് സ്യൂട്ട് ആകില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവരും ഇത് അപ്ലൈ ചെയ്യണ്ട. എന്നാൽ ഓയിലി ഫേസ് ഉള്ള ചിലരൊക്കെ ഇത് അപ്ലൈ ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയെന്ന് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. പക്ഷെ ചിലർക്ക് മുഖത്ത് കുരുക്കൾ വന്നു എന്നും പറയുന്നുണ്ട്. എല്ലാവരുടെയും സ്കിൻ വ്യത്യാസമാണ് അതാവാൻ കാരണം. എല്ലാവർക്കും ഒരുപോലെ സ്യൂട്ട് ആകില്ല. ഞാൻ എൻ്റെ എല്ലാ ബ്യൂട്ടി ടിപ്സിലും അത് പറയുന്നതാണ്. പിന്നെ എൻ്റെ പുരുഷ സുഹൃത്തുക്കൾ സ്ഥിരമായി ഇടുന്ന ഒരു കമന്റാണ് താടി വളരാൻ എന്ത് ചെയ്യണമെന്ന്. ഈ ആവണക്കെണ്ണയുടെ വീഡിയോയിലും കുറേ ചോദ്യങ്ങൾ വന്നിരുന്നു. ആവണക്കെണ്ണ പുരട്ടിയാൽ നല്ലതുപോലെ താടി വളരും, അത് പണ്ട് തൊട്ടേ പറയുന്നതാണ്. ഇത് എവിടെ വാങ്ങാൻ കിട്ടുമെന്ന് പലരും ചോദിക്കാറുണ്ട്. ഞാൻ വാങ്ങുന്നത് മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ്. കാസ്റ്റർ ഓയിൽ എന്ന് പറഞ്ഞാൽ മതി, ആവണക്കെണ്ണ എന്ന് പറഞ്ഞാൽ മതി, കിട്ടും. പിന്നെ താടിക്ക് വേണ്ടി ഞാൻ എഫക്റ്റീവായ ഒരു വീഡിയോ ഇടാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. നല്ല ഒരു ടിപ്പ് കിട്ടിയാൽ ഞാൻ ഉടൻ തന്നെ ആ വീഡിയോ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങളുടെ സംശയം മാറിയെന്ന് വിശ്വസിക്കുന്നു. ഇതെല്ലാവരുടെയും ഒരു സംശയം ആയതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോയിൽ കമന്റ് ഇട്ടവർക്ക് റിപ്ലൈ ആയി കമന്റ് ഇടാതെ ഒരു വീഡിയോ ആയി തന്നെ ഇടുന്നത്. അപ്പൊ എല്ലാം പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ? ഇല്ല, എല്ലാം പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട എന്തെങ്കിലും ഒരു പുതിയ വീഡിയോയുമായി ഞാൻ വരാം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ ക്ലിയർ ചെയ്തു തരാം. ഉടൻ മറ്റൊരു വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.